ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, നെയ്ച്ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം ബീഫിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ബീഫ് സ്റ്റൂ, ബീഫ് കട്ട്ലറ്റ്, ബീഫ് വിന്താലു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇറച്ചി നല്ലപോലെ കഴുകി കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ഇറച്ചിയാണ് കൂടുതൽ ടേസ്റ്റ്. കൊളസ്ട്രോൾ ഉള്ളവരും ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നെയ്യെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയുമാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സവാള നീളത്തിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയിൽ കാണുന്ന പോലെ ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സവാളയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് മിക്സി മൂടി നന്നായിട്ട് അരച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ഈ കാണുന്ന പോലെ നന്നായിട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി നമ്മൾ സവാള വഴറ്റിയപ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വേവ് അധികം ഇല്ലാത്ത ബീഫാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബീഫ് നല്ല വേവുള്ള ബീഫാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചി വേവ് കുറഞ്ഞതാണെങ്കിൽ 1/2 കപ്പ് വെള്ളം മതിയാവും. വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ സ്റ്റൗവിൽ വെച്ച് ഇറച്ചി വേവിക്കാൻ തുടങ്ങാം. കുക്കർ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. ബീഫിൻ്റെ കുക്കിംഗ് ടൈം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില ബീഫാണെങ്കിൽ പെട്ടെന്ന് 2-3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതലെടുക്കും വേകാനായിട്ട്. ഇപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യും. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു കഷ്ണം ഇറച്ചി എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇറച്ചിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. വേണമെങ്കിൽ നമുക്കത് കുറച്ച് നേരം സ്റ്റവിൽ വെച്ച് വറ്റിച്ചെടുക്കാം. ഗ്രേവി കൂടുതൽ വറ്റിച്ച് കളയരുത്, കുറച്ച് ഗ്രേവി വേണം. ഇപ്പോൾ ബീഫിൻ്റെ ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകി ഡ്രൈ ആയൊന്നും പോകരുത്. ഒരു കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ബീഫ് റോസ്റ്റ് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും
ഒരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഗ്രേവിയോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ കുറച്ച് സമയം മൂടി വെക്കാം. പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബീഫ് നല്ല പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയ എണ്ണയെല്ലാം തെളിഞ്ഞൊരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കുറച്ചുകൂടി ഡ്രൈ ആക്കിയൊക്കെ എടുക്കാം. പക്ഷെ ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കില്ല, ഇങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. മസാലയെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ രുചികരമായി നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഈ ബീഫ് റോസ്റ്റ് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, ചോറ്, നെയ്ച്ചോറ് ഇവയുടെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് റോസ്റ്റ് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി ഗാർണിഷ് ചെയ്യാം. ഈ ബീഫ് റോസ്റ്റ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്